നമസ്കാരം, ഞാൻ പാലക്കാട് നിന്നും മഹേഷ്. ജ്യോതിഷവിധി എന്ന ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. 2012 ഏപ്രിൽ മാസം 4-ാം തീയതി എനിക്കൊരു മകൻ ജനിച്ചു. കാലത്ത് 8:30 ജനനം സംഭവിച്ചിരിക്കുന്നത്. മകൻ്റെ ജാതകത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം, ജാതക ഫലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളതാണ് മഹേഷ് എഴുതി ചോദിച്ചിരിക്കുന്നത്. 2002 ഏപ്രിൽ മാസം 4-ാം തീയതി ജനിച്ചിരിക്കുന്നതായ മഹേഷിൻ്റെ കുട്ടിയുടെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രത്തിൻ്റെ തുടക്ക സമയത്തിൽ തന്നെയാണ് പ്രധാനമായിട്ടും ജനിച്ചിരിക്കുന്നത്. നല്ല ഭാഗ്യമുള്ള ജാതകമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയുടെ ജാതകപ്രകാരം ഇപ്പോൾ ശുക്രൻ്റെ ദശാകാലമായിട്ടാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശുക്രൻ്റെ ദശാകാലം പ്രധാനമായിട്ടും അച്ഛനും അമ്മയ്ക്കും എല്ലാം തന്നെ ഗുണം ചെയ്യുന്നൊരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള ദോഷവശങ്ങളും കുട്ടിയുടെ നക്ഷത്രവശാൽ പറയുന്നില്ലെങ്കിൽ കൂടി ബാലാരിഷ്ടതാ സമയം ചെറുതായി സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 3.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബാലാരിഷ്ടതാ സമയമായിരിക്കുന്നതിനാൽ ഈ സമയത്തിൽ 3.5 വയസ്സ് തികയുന്നത് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ അടുത്തുള്ളതായിരിക്കുന്ന ശിവക്ഷേത്രത്തിലെ ഗണപതിക്ക് കറുകമാല മാസം പ്രതി ജന്മനക്ഷത്രത്തിന് ചെയ്യുന്നത് വളരെയധികം വിശേഷമായിരിക്കും. ജാതകപ്രകാരം ശശിമംഗളം എന്നുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യയോഗം ഉള്ളതായിരിക്കുന്ന ജാതകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രനും ചൊവ്വയും കൂടി ഒരു രാശിയിൽ ഉള്ള സമയത്തിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ശശിമംഗള സംയോഗി യസ്യ ജന്മനി വിദ്യതി വിമുഞ്ചതി നദം ലക്ഷ്മർ ലജ്ജിയ കുലവധൂമിവ എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. കുലസ്ത്രീകളിൽ ലജ്ജ എങ്ങനെയാണോ വിട്ടുമാറാത്തത് ആ തരത്തിൽ എല്ലായ്പ്പോഴും ധനം കൈവശമുണ്ടായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണ ഭാഗ്യയോഗമാണ് ജാതകപ്രകാരം പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മഹാഭാഗ്യയോഗമായിരിക്കുന്ന ശശ എന്നുള്ളതായിരിക്കുന്ന ഒരു മഹായോഗവും ജാതകത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോജനന്യാം കൃഷിധാന്യയുക്ത വാദോദ്ഭണ ശ്യാമകൃശാംഗയഷ്ടിഹി എന്നുള്ളതായിരിക്കുന്ന വിധിപ്രകാരം തന്നെ രാജപ്രിയത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന വ്യക്തികളുമായി അടുത്ത് ഇടപഴകുവാനും അവരോട് ഒപ്പമിരുന്ന് പ്രവർത്തിക്കാനും ഉള്ളതായിരിക്കുന്ന കഴിവും സാമർഥ്യവും ഉള്ളതായിരിക്കുന്ന ജാതകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒരു യോഗമായ മാളവ്യ എന്നുള്ളതായിരിക്കുന്ന ഒരു യോഗം കൂടി ജാതകത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഗീതപ്രിയോ രജതരത്ന പരിച്ഛദ സ്ത്രീ സദ്വസ്ത്രഭൂഷണയുതോ വിഷയോപഭോക്ത എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഫലം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട്, കുട്ട് മുതലായ കലാ സാംസ്കാരിക പരിപാടികളിലെല്ലാം തന്നെ ആ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായി മാറുവാനുള്ളതായിരിക്കുന്ന യോഗം ജാതകപ്രകാരം പറയുന്നുണ്ട്. കലാരംഗത്തിൽ നല്ല രീതിയിലുള്ളതായിരിക്കുന്ന അഭിവൃദ്ധി ഉള്ളതായിരിക്കുന്ന വാസനയുള്ളതായിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. രാമ മനോഹര വപുഹു കഫവാദശാലി, മനോഹരമായിരിക്കുന്ന ശരീരത്തോടു കൂടിയിട്ടും കഫവാദ പ്രകൃതിയായിട്ടും ഇരിക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആയുർഭാഗ്യ ലക്ഷണവും ഉള്ളതായിരിക്കുന്ന ജാതകം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ ജനനത്താൽ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്കും തന്നെ ദോഷവശങ്ങൾ പറയുന്നില്ല. ഈ ബാലാരിഷ്ടതാ ദോഷം എന്ന് വ്യത്യർത്ഥം മുൻപ് പറഞ്ഞതായ ആ ശിവക്ഷേത്രത്തിലെ ഗണപതിക്കുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ കൂടി നടത്തുമെന്ന് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ളതായിരിക്കുന്ന ദോഷവും മകൻ്റെ ജാതകപ്രകാരം പറയുന്നില്ല.